ഇപ്പോൾ ഈ തണുപ്പ് കാലമാണ്. അപ്പോൾ ഈ തണുപ്പ് കാലത്ത് ഇത് സാധാരണമായി ഉണ്ടാവാറുള്ളതാണോ ഈ തുമ്മൽ? തണുപ്പ് അലർജി ഉണ്ടാക്കുന്ന ഒരു സ്റ്റിമുലൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതെപ്പോഴും ഒരു ട്രിഗർ ആയിരിക്കും അലർജിക്ക്. അപ്പം അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ വീടിനുള്ളിലെ സാഹചര്യവും അലർജിക്ക് ട്രിഗേഴ്സായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ അലർജിക്ക് പ്രോൺ ആയിട്ടുള്ള ആൾക്കാർ അതിനനുസരിച്ചിട്ട് വീടിൻ്റെ ഉള്ളിലെ ക്ലെൻലിനെസ്സും വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും ഡസ്റ്റ് മൈറ്റുകളുടെ കാര്യം, ബ്ലാങ്കറ്റ്സിൻ്റെ കാര്യം, പിന്നെ AC ഉപയോഗിക്കുന്നവരാണെങ്കിൽ AC ഫിൽറ്ററുകൾ ഒരു 2-3 months കൂടുമ്പോഴെങ്കിലും സർവീസ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡോക്ടർ, നമുക്ക് അതിലേക്ക് വരാം. ഒരു കോളറുണ്ട് എടപ്പാളിൽ നിന്നും. അഫ്രോ ശരിയാണ്. അഫ്രോ, ഡോക്ടറോട് സംസാരിക്കാം. അഫ്രോ കേൾക്കുന്നുണ്ടോ? ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. നമ്മുടെ മോള് 1.5 വയസ്സായി. പക്ഷെ ആള് എപ്പോഴും തുമ്മണുണ്ട്, ഇടക്കിടക്ക് തുമ്മ. ഈ മോളുടെ പേരൻസിന് ആർക്കെങ്കിലും അലർജി ഉണ്ടോ? അലർജി, ആസ്മയോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇടക്ക് കഫക്കെട്ട്, പനി അങ്ങനൊക്കെ വരാറുണ്ട്. കുട്ടിയുടെ സ്കിന്ന് ഡ്രൈ ആണോ? ഡ്രൈ സ്കിൻ ആണോ? അല്ല, സ്കിന്നൊക്കെ നോർമൽ സാധാ സ്കിന്നിന് കുഴപ്പമില്ല. പക്ഷെ ജലദോഷമൊന്നുമില്ല, തുമ്മല് മാത്രം. അത് ഏത് സമയത്താണ്? പ്രത്യേകിച്ച് എന്തെങ്കിലും ടൈം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ടൈമൊന്നുമില്ല. ചിലപ്പോ കുറഞ്ഞെണീറ്റാല് ഈവനിങ്. നിർത്താതെയുള്ള തുമ്മൽ ഉണ്ടാവോ? ഇല്ല, ഇടക്കിടക്ക് ഇങ്ങനെ തുമ്മും. എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ടോ? അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? എല്ലാ ദിവസം വെച്ചാല് ഒരു ഒട്ടുമിക്ക ദിവസങ്ങളും ഉണ്ടാവും അങ്ങനെ. മൂക്കിന് വെള്ളം പ്രസവിച്ച ടൈമിൽ തന്നെ ഉണ്ടായിരുന്നു അവൾക്കൊരു തുമ്മല്. പ്രസവിച്ച നമ്മള് ന്യൂബോൺ ആയിരിക്കുന്ന ആ ടൈമിൽ തന്നെ ഉണ്ടായിരുന്നു, എപ്പോഴും തുമ്മിക്കൊണ്ടിരുന്ന. അന്നേരം നമ്മള് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, ഈ വെള്ളത്തിൽ കിടന്നിരുന്ന കുട്ടികളല്ലേ, അപ്പൊ വെള്ളം ഇങ്ങനെ ഇതായിട്ടാണ്, അതുകൊണ്ടാണ് ആ തുമ്മല്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് ഉണ്ടായിരുന്നില്ല. പിന്നെ വെച്ചിട്ട് ഇപ്പൊ ഒരു 1 year ആയപ്പോ പിന്നെയും തുടങ്ങി തുമ്മല്. ഒരു അലർജിയുടെ രോഗലക്ഷണം പോലെയാണ് തോന്നുന്നത്. സാധാരണഗതിയിൽ ചെറിയ പ്രായത്തില് അലർജി ആദ്യം സ്കിൻ റാഷസ്, ഡ്രൈ സ്കിൻ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അതുണ്ടായിട്ടുണ്ട്. കുറെ മുന്നേ ഒരു 6 മാസം ടൈമില് ഒരു ചെറിയ റാഷ് പോലെ മേത്തൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരു അറ്റോപിക് റാഷ് അല്ലെങ്കിൽ അലർജിക് റാഷ് ആയിരിക്കണം. അപ്പൊ ഈ അലർജി ഉള്ള കുട്ടികളിൽ അലർജിക് റാഷ് കണ്ടു കഴിഞ്ഞാൽ മൂക്കിലെ അലർജിക്കുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളത് ഉണ്ട്. അല്ലാണ്ട് അങ്ങനെ നോർമലി കഫക്കെട്ട് പ്രശ്നം അങ്ങനെ ഒന്നും അങ്ങനെ വല്ലപ്പോഴൊക്കെ ഉള്ളതുള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. എന്നും തുമ്മല് കാണുന്നെങ്കിൽ ഒരു ഡോക്ടറെ തന്നെ കാണിക്കുക. അലർജിക് റൈനൈറ്റിസിന്റെ മറ്റ് ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. മൂക്കിന്റെ ഉള്ളിൽ ഒന്ന് ഡോക്ടർ നോക്കുന്നത് നന്നാവും. ഓക്കെ.